ഡ്രൈവിന് പോവാം. കൈകറല്ലേ? അതെ. നമ്മുടെ വാഹനം വരുന്നത് സബ് കോമ്പാക്ട് SUV സെഗ്മെന്റിലാണല്ലേ? അതെ, സബ് ഫോർമേറ്റിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ലെങ്ത് വരുമ്പോഴത്തേക്കും 3990 ആണ് ലെങ്ത് വരുന്നത്. നമുക്കിപ്പോ വേരിയൻസ് ഏതൊക്കെയായിരുന്നു അവൈലബിൾ? നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് മാനുവൽ ഓപ്ഷൻ നോർമൽ എഞ്ചിനും ഉണ്ട്, അതുപോലെ ടെർബോ എഞ്ചിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ എഞ്ചിനിൽ മാനുവലും വരുന്നുണ്ട്, AMD വേർഷനും വരുന്നുണ്ട്. നോർമൽ എഞ്ചിനിൽ നമുക്ക് വരുമ്പോൾ 4 വേരിയന്റുകളായിട്ടാണ് വരുന്നത്. അതായത് RHC, RHL, RHT ഓപ്ഷൻ, RHZ എന്ന് പറഞ്ഞ വണ്ടികളാണ് മാനുവൽ നമുക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് വണ്ടി നോർമൽ AMDയിലേക്ക് വരുമ്പോഴത്തേക്കും RHL AMDയിലും RHC ഓപ്ഷൻ AMDയിലുമാണ് നമുക്ക് വരുന്നത്. ടെർബോയിൽ നമുക്ക് വരുമ്പോൾ RHT ഓപ്ഷനിലും RHZലുമാണ് നമുക്ക് വരുന്നത്. CVT അതുപോലെ തന്നെ RHC ഓപ്ഷനിലും RHZലുമാണ് വരുന്നത്. ഈ ഓപ്ഷണൽ വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആഡ് ഓൺ എന്തൊക്കെയായിരിക്കും? നമുക്ക് നിലവിൽ ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. വേരിയന്റിന്റെ പേര് നമ്മൾ RHT എന്ന് പറഞ്ഞ നേരത്തെ ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്താണ് RHT ഓപ്ഷൻ. നമുക്ക് RHT ഓപ്ഷൻ നല്ല മൂവിങ് ആയതുകൊണ്ട് RHT പിൻവലിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ബേസ് മോഡൽ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം നോർമൽ ആസ്പിറേറ്റഡ് എഞ്ചിനിൽ നമുക്ക് വരുമ്പം ബേസ് മോഡലിൽ തന്നെ നമുക്ക് AC വരുന്നുണ്ട്, അതുപോലെ 4 ഡോറും പവർ വിൻഡോയും സെൻട്രൽ ലോക്ക്, സിംഗിൾ 2 എയർ ബാഗ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ വണ്ടിയുടെ സേഫ്റ്റിയുടെ നമുക്ക് വരുമ്പോഴത്തേക്കും സേഫ്റ്റി ഗ്ലോബൽ എൻക്യാപ്പിൽ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ABS, EBD, സീറ്റ് ബെൽറ്റ് വാണിംഗ് വരുന്നുണ്ട്, ഓവർ സ്പീഡ് അലേർട്ട് വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇപ്പൊ മാനുവൽ ആണെങ്കിൽ പോലും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം എക്വിപ്ഡ് ആണ്. ഈവൻ ബേസ് വേരിയന്റ് പോലും അത്യാവശ്യം എക്വിപ്ഡ് ആണ്. അതെ, ബേസ് വേരിയന്റ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ബേസിക് ആയിട്ടുള്ള ഇപ്പൊ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് തന്നെ നമുക്ക് ബേസ് മോഡലിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഒക്കെ നമുക്ക് ബേസ് മോഡലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓടിക്കുന്നത് CVT ആണല്ലേ? CVT വേർഷൻ ആണ്, അത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഡ്രൈവിംഗ് മോഡ് ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട്, ഇപ്പം സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, എക്കോ മോഡ്. സാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നോർമൽ മോഡിലാണ്. ഇപ്പൊ നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ. അപ്പൊ ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ ഇല്ലേ, അതിന്റെ സ്കിന്ന് മാറും, വ്യത്യാസം ഉണ്ടല്ലേ? അപ്പൊ ജസ്റ്റ് വേണം നല്ലൊരു വഴിയിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ നോക്കുക. നോർമലും എക്കോയും സ്പോർട്സ് മോഡും വരുന്നുണ്ട്. അതെ അതെ. പ്രൈസിങ് വരുന്നത് നമുക്ക് എത്ര തൊട്ടായിരുന്നു? ഓൺ റോഡ് ബേസ് മോഡൽ സ്റ്റാർട്ടിങ് എത്ര രൂപ? ഓൺ റോഡ് നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ടിങ് 748 നമുക്ക് ഓൺ റോഡ് വരും. ഈ ഓൺ റോഡ് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി വില, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ഫാസ്റ്റാഗ്, ബേസിക് ആയിട്ടുള്ള ആക്സറീസ്, മെസ്റ്ററിന്റെ വാറണ്ടി. അതായത് നോർമൽ വാറണ്ടി നമുക്ക് 3 വർഷമല്ലേ 1,00,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 5 വർഷമല്ലേ 1,00,000 കിലോമീറ്റർ വാറണ്ടി സഹിതം നമുക്ക് 748 നമുക്ക് ഓൺ റോഡ് ഇറക്കി തരാം. ഓക്കെ. നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട് നമുക്ക് ഇതിന്? നോർമലി നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിപ്പം നമുക്ക് അഡീഷണൽ 2 ഇയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് 8,000 രൂപ റേഞ്ച് ആണ് വരുന്നത്. 8,000 അല്ലേ? അത് നമുക്ക് 7 ഇയറിലെ അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിവൻ CVT ആണെങ്കിൽ പോലും നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരു CVTയുടെ ഫീല് ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത്യാവശ്യം ഒരു കുറച്ചൊരു CVTയുടെ ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ല കാല് കൊടുക്കുമ്പോൾ. ജസ്റ്റ് ഒന്ന് ഒരു നല്ലൊരു ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും കാല് കൊടുത്തു നോക്കാം. കാരണം മറ്റേ ഒരു CVTയുടെ എല്ലാവരും ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് റബ്ബർ ബാൻഡ് എഫക്റ്റ് ആണല്ലോ. ഇത് കുറച്ചുകൂടെ ഒരു CVT, ഒരു സ്റ്റെപ്ഡ് CVTയുടെ ഒരു ഫീൽ ഉണ്ട്. കാരണം ഓടിക്കാൻ ആ ഒരു CVTയുടെ ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റിന്റെ ഒരു മോശം സെറ്റപ്പ് ഇല്ല. അത്യാവശ്യം നല്ലോണം ഗിയർ ബോക്സ് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ സൈഡിൽ നിന്ന്. പിന്നെ നമുക്കൊരു കംഫർട്ട് ആയിരിക്കും ഡ്രൈവിങ്ങിനാണെങ്കിലും. നമുക്കൊരു SUV മോഡലിൽ തന്നെ നമുക്ക് ടർബോ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് ആയിരിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും 205 വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് നമ്മുടെയൊക്കെ
SUV-കളുടെ ഒക്കെ സ്റ്റാർട്ടിങ് ഒരു ഡസ്റ്ററിലായിരുന്നല്ലോ, കനോട് എപ്പോഴും സ്റ്റാർട്ടിങ് നമുക്ക് ഡസ്റ്ററിലായിരുന്നു. അതിന്റെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിന് വരുന്നുണ്ട്. 205 തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നുണ്ട്. 205 ഉണ്ട്. അതെ. പിന്നെ നമുക്ക് വരുമ്പം ടയർ സൈസ് നമുക്ക് ബേസ് വേരിയന്റ് പോലെ തന്നെ 16 ആണ് ടയർ സൈസ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആയതും നമുക്ക് വരുന്നുണ്ട്. ബേസ് വേരിയന്റ് വരുന്ന RXE-യിലല്ലേ? ഓക്കേ. ടോപ്പ് വേരിയന്റിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും 4 എയർ ബാഗ്, ടോപ്പ് വേരിയന്റില്ല ഈ RST ഓപ്ഷൻ മുതൽ തന്നെ നമുക്ക് 4 എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് വരുന്നത് ഈ RST ഓപ്ഷൻ മുതൽ തുടങ്ങും. പിന്നെ ലെതർ ഫിനിഷിംഗ് സീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ RST ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. LED ഹെഡ് ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. DRL ഉൾപ്പെടെ നമുക്ക് ബേസ് മോഡലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് വേരിയന്റിൽ നമുക്ക് 3 കളർ ഓപ്ഷൻ ആണ് വരുന്നത്. വൈറ്റ്, സിൽവർ, ബ്ലാക്ക് എന്ന് പറയുന്നുണ്ട്. അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ബ്ലൂ കളർ വരും. T ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡുവൽ ടോൺ കളർ ഓപ്ഷൻസ് വരും. അതായത് ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന റെഡ് വിത്ത് ബ്ലാക്ക് ഒക്കെ വരുന്നത് നമുക്ക് T ഓപ്ഷൻ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ ട്രാൻസ്മിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. കാരണം CVT ഓടിക്കുന്ന ഒരു ഫീല് ശരിക്കും കിട്ടുന്നില്ല. ഒരു നല്ലൊരു കുറച്ചുകൂടെ കൂടിയൊരു ഗിയർ ബോക്സ്, ഈവൻ ഒരു ടോർക്ക് കൺവെർട്ടർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീലിൽ ഇപ്പോൾ ഓടിച്ചു നടക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റെപ്ഡ് CVT പോലെ തോന്നുന്നുണ്ട്. ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് തീരെ തന്നെ ഇല്ലെന്ന് പറയാം. നമുക്കൊന്ന് മോഡ് മാറ്റി ചേഞ്ച് ചെയ്ത് നോക്കാം. ഡയലിലും വ്യത്യാസമുണ്ട്. സെയിം തന്നെ കാല് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ സ്പോർട്സ് മോഡിൽ തന്നെ. ഈവൻ ഓക്കെ, ത്രോട്ടിൽ നല്ല ഇൻപുട്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. ത്രോട്ടിൽ മാത്രമല്ല സ്റ്റിയറിംഗിലും ചെറിയൊരു പിടുത്തം ഉണ്ട്. സ്റ്റിയറിംഗ് കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവൻ. പിന്നെ വരുന്നത് എക്കോ മോഡ് അല്ലേ? അതെ. എക്കോ മോഡ് നമ്മുടെ എപ്പോഴും നമുക്ക് ഈ ട്രാഫിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്യൂൽ ഒരുപാട് ബേൺ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി യൂസേജ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ടർബോ വേരിയന്റ് വരുമ്പോൾ ഫ്യൂൽ എക്കണോമി എത്രത്തോളം വരുന്നുണ്ടായിരുന്നു? നമുക്ക് കമ്പനി പറയുന്നത് 19.5 ആണ്. നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ഇവിടുത്തെ റോഡിനൊക്കെ വരുമ്പോഴത്തേക്ക് 16+ എന്തായാലും. ഓക്കെ. മറ്റേ നോൺ ടർബോ വേരിയൻസിന് നോൺ ടർബോവിനേക്കാളും ഒരു നോർമൽ ഒരു 1.5 കിലോമീറ്ററിന്റെ ഒക്കെ വ്യത്യാസം. ടോപ്പിന്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വയർലെസ് ചാർജിങ് ഫെസിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്പേസ് നല്ലൊരു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെയാണ് ആംബ്രസ്റ്റ് ആണെങ്കിലും ആംബ്രസ്റ്റിന്റെ ഇവിടെ തന്നെ നമുക്കൊരു കൺസോള് കാര്യങ്ങൾ വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടാണെങ്കിലും. നമുക്കിത് ഡ്രൈവ് മോഡിനനുസരിച്ച് സ്റ്റിയറിംഗിന്റെ സെൻസിറ്റിവിറ്റിയും ചേഞ്ച് ആവുന്നുണ്ട് ആക്ച്വലി. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ നോർമൽ മോഡിലാണ് അവിടുന്ന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുണ്ട് സ്റ്റിയറിങ്. ത്രോട്ടിൽ മാപ്പിങ്ങിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സ്പോർട്സിലിടുമ്പോൾ അത്യാവശ്യം നല്ല ഇതുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. എഞ്ചിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ത്രോട്ടിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഒരു ഹാച്ച് ബാക്കിന്റെ ഒരു പ്രൈസിൽ നമുക്കൊരു സബ് കോമ്പാക്ട് SUV കിട്ടുന്നുണ്ടല്ലേ ഈ പ്രൈസ് പോയിന്റിൽ? തീർച്ചയായും. CVT ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു 10 ലക്ഷത്തിൽ താഴെ എന്നുള്ള പ്രൈസിങ്ങിന് നമുക്ക് ഷോറൂം പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു 12 രൂപ റേഞ്ചിലേക്ക് നമുക്ക് ഓൺ റോഡ് ഇറങ്ങുന്ന വരും. RST ഓപ്ഷൻ വേണ്ടിയൊക്കെ നമുക്ക് 12 രൂപ റേഞ്ചിലേക്ക് നമുക്ക് ഓൺ റോഡ് വരും. ഓക്കെ. നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത് നമുക്ക് എങ്ങനെയായിരുന്നു? ഓക്കെ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അർക്കമെൻസിന്റെയാണ്. നമുക്ക് 4 ഡോറിലും സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിറ്റേഴ്സ് വരുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം നമുക്ക് നല്ല ബെസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റീരിയോ തന്നെ നമുക്ക് റേഡിയോയുടെ കൺട്രോൾ കാര്യങ്ങൾ, പിന്നെ വെഹിക്കിളിന്റെ നമ്മുടെ ഓടിക്കലിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് അറിയാൻ പറ്റും. നമുക്ക് അതായത് ഇപ്പം ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വയർലെസ് ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സഹിതം വരുന്നത് നമുക്ക് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാൻ, മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ആർക്കിമിസിന്റെ ഇപ്പോൾ 8 സ്പീക്കർ അല്ലേ
4 ട്വീറ്ററും 4 സ്പീക്കറും കോൺഫിഗറേഷൻ അല്ലേ? ഓക്കെ. അതിവൻ നമുക്ക് മറ്റേ ബേസ് മോഡൽ തൊട്ട് അതായിരുന്നോ? ഇല്ല, ഇത് നമുക്ക് RST ഓപ്ഷൻ മുതലാണ് നമുക്ക് വരുന്നത്. അതായത് 4 ഡോറിലും സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ RSL വേരിയന്റ് മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡ് തൊട്ട് താഴത്തെ വേരിയന്റ് തൊട്ട് ഇതല്ലേ? നോർമൽ എഞ്ചിന്റെ ഒക്കെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് വരുമ്പോഴത്തേക്കും ഈ 4 ഡോർ പവറിന്റെയും റിയറിലേക്ക് AC വരുന്നുണ്ട്. ഈ ബേസ് വേരിയന്റ് നമുക്ക് റിയർ AC കാണത്തില്ല. സെക്കൻഡ് വേരിയന്റ് മുതൽ തന്നെ നമുക്ക് റിയർ AC കാര്യങ്ങൾ വരും. അതുപോലെ ഈ സെയിം ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ 4 ഡോറിൽ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇലക്ട്രിക് അഡ്ജസ്റ്റർ മിറർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓപ്ഷൻ മുതൽ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് 8:43 നമുക്ക് ഓൺ റോഡ് നമുക്ക് സർവീസ് ഇന്റർവെൽ എത്രയായിരുന്നു? 2000 കിലോമീറ്ററിൽ 2 മാസമാണ് ആദ്യത്തെ ഒരു ചെക്കപ്പ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാൽ 10000 കിലോമീറ്ററിൽ ഇയർലി സർവീസുകളാണ് നമുക്ക് വരുന്നത്. ഓരോ 10000 അല്ലെങ്കിൽ ഇയർലി സർവീസ് ഏതാണോ ആദ്യം വരുന്നത് അതിന് നമുക്ക് സർവീസ് വരുന്നത്. നോർമൽ നമുക്ക് വരുമ്പോഴത്തേക്കും 42 പൈസയാണ് നമുക്ക് കിലോമീറ്റർ നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. സർവീസ് കോസ്റ്റ് വരുമ്പോൾ സർവീസ് കോസ്റ്റ് 42 പൈസ പെർ കിലോമീറ്റർ. നമുക്ക് 4200 രൂപയാണ് നമ്മൾ പറയുന്നത്. 10000 കിലോമീറ്റർ വർഷത്തിൽ നമുക്ക് വരുന്നത്. ഇത് വേണം നമുക്കിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ വണ്ടി എടുക്കുന്ന ടൈമിൽ തന്നെയാണെങ്കിലും 3 വർഷത്തേക്ക് 5 വർഷത്തേക്ക് പാക്കേജ് ആയിട്ട് MC പാക്കേജ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ പേയ്മെന്റ് വെച്ചുള്ളത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് മറ്റേ കൈഗറിന്റെ EV. അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമുക്ക് നിലവില് EVs എന്തായാലും ഈ ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് പുതിയ വണ്ടികൾ വരുന്നുണ്ടെന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഡസ്റ്റർ ആണെങ്കിലും പുതിയ മോഡൽ വരുന്നുണ്ട്. അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പറയുന്ന പറഞ്ഞാൽ ഒരു വിത്തിൻ 2 ഇയറിനുള്ളിൽ നമുക്ക് മൊത്തത്തിൽ 4 വണ്ടികൾ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഈ പ്രൈസ് പോയിന്റിൽ ഒരു മാനുഫാക്ചർ കൊടുക്കാൻ പറ്റിയ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എക്വിപ്ഡ് ആണ് ഈ വണ്ടിയിൽ അല്ലേ? ടെർബോയിലൊക്കെ നമുക്ക് 0 to 100 നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യല്ലേ? ഓക്കെ. ഇവൻ ആ സ്റ്റിയറിംഗ് അതനുസരിച്ച് കറക്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കുറച്ചുകൂടെ കൺട്രോൾ വണ്ടിയുടെ പുറത്ത് കിട്ടുന്നുണ്ട്. ഈവൻ സ്പോർട്ട് മോഡിലാണെങ്കിൽ നമുക്കൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. ഈ സ്റ്റിയറിംഗിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ബുക്കിംഗ് പീരീഡ് ഒക്കെ എത്രയുണ്ടായിരുന്നു? ഡിപ്പെൻസ് ആണ്. നമുക്ക് ഓരോ വേരിയന്റും അതിന്റെ കളറിനെ ബേസ് ചെയ്ത് ഇപ്പം കൂടുതലും ബ്ലാക്ക് അതുപോലത്തെ കളറിനൊക്കെ ചെറിയൊരു ഡിലേ കാര്യങ്ങൾ വരും. എന്നാലും നമുക്കൊരു 2 to 3 വീക്കിനുള്ളിൽ നമുക്ക് എടുത്തു തരാം. അവൈലബിൾ മറ്റേ കളർ വേരിയൻസ് ഏതൊക്കെയായിരുന്നു നമുക്കുള്ളത്? ഇപ്പൊ നമുക്ക് വരുമ്പോൾ നോർമലി നമുക്ക് ഇപ്പൊ ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും വൈറ്റും സിൽവറും ബ്ലാക്കും ആണ് വരുന്നത്. പിന്നെയുള്ള വേരിയന്റുകളിലാണ് നമുക്ക് ബ്ലൂ കളർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ T ഓപ്ഷൻ 3ാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് വരുമ്പോഴത്തേക്കും ഡുവൽ ടോൺ കളർ ഓപ്ഷൻസ്, റെഡ് വിത്ത് ബ്ലാക്ക്, വൈറ്റ് വിത്ത് ബ്ലാക്ക്, അങ്ങനത്തെ കോമ്പിനേഷൻ ഇല്ലേ? ആ കോമ്പിനേഷൻ ഒക്കെ നമുക്ക് വരുന്നത് 3ാമത്തെ വേരിയന്റ്. അതെ, RST ഓപ്ഷൻ കളർ വേരിയൻസിനനുസരിച്ച് നമുക്ക് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ഡുവൽ ടോൺ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ചില കേസിൽ ഇപ്പം RST ഓപ്ഷൻ CVT ഒക്കെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 സിംഗിൾ കളർ വരുന്നത്. അതായത് ഡുവൽ ടോണിൽ വരുമ്പോഴത്തേക്കും ശരിക്കും 27,000 രൂപയുടെ വില വ്യത്യാസം വരുന്നുള്ളെങ്കിലും അത് 10 ലക്ഷത്തിന് മേളിലേക്ക് വരുമ്പോഴത്തേക്കും ലക്ഷറി ടാക്സ് കാര്യങ്ങളൊക്കെ ടാക്സിന്റെ സ്ലാബ് കാര്യങ്ങൾ മാറും. അന്നേരം ചെറിയൊരു വ്യത്യാസത്തിലേക്ക് വരും CVTയുടെ വരുമ്പോഴത്തേക്കും. അല്ലാത്ത പക്ഷം നമുക്ക് 27,000 രൂപയുടെ വില വ്യത്യാസം നമുക്ക് വരുന്നു. നമുക്കിപ്പോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കിട്ടാനുള്ള ഡിലേ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 2 വീക്ക് മാക്സിമം ഉള്ളൂ. 2 വീക്കിനുള്ളിൽ നമുക്ക് എടുത്ത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്ലാന്റെ കാര്യങ്ങളെല്ലാം ചെന്നൈയിലായതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഓൾ കേരളയിൽ നമ്മൾ വരുന്ന ഒറ്റ ഡീലറാണ് കൺട്രോൾ ചെയ്യുന്നത്. TVS ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ
പോയിന്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം കിട്ടും. ഇൻ കേസ് നമ്മുടെ കോട്ടയത്തെ സ്റ്റോക്ക് ഇല്ലെങ്കിലും നമുക്ക് ഓൾ കേരള എവിടെ നിന്നാണെങ്കിലും നമുക്ക് എടുത്ത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല. അത്യാവശ്യം ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണെങ്കിലും നമുക്ക് ഇവൻ ബാക്കിലെ ബൂട്ട് സ്പേസ് ആണെങ്കിലും ലെഗ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ബോണറ്റ് കണ്ടുകൊണ്ട് തന്നെ ഒരു കോമ്പാക്ട് SUV ഓടിക്കുന്ന അത്രയും തന്നെ ഇതിൽ ഒരു പ്രീമിയം മാച്ചിൻ്റെ പ്രൈസിൽ ഒരു സബ് കോമ്പാക്ട് SUV കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇച്ചിരി ഹൈറ്റ് കണ്ട് പണ്ടൊക്കെയായിരുന്നു നമ്മൾ തന്നെ ഈ ഫ്രണ്ട് ബോണറ്റിന്റെ തുഞ്ചം കണ്ട് ഓടിക്കാൻ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു SUV മോഡലിലാണല്ലോ നമ്മുടെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ബാക്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും 405 ലിറ്റർ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. റിയറിലാണെങ്കിൽ പോലും നമുക്ക് ഈ ആംറസ്റ്റ് കാര്യങ്ങൾ, കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ് നമ്മുടെ സീറ്റ് അത്യാവശ്യം പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഡ്യുവൽ ടോണിൽ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ലൊരു കസ്റ്റമർക്ക് എടുത്ത് മോഡ് ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു ഇതിലാണെങ്കിൽ പോലും സീറ്റിനിട്ട് അത്യാവശ്യം പൈസ മുടക്കേണ്ടാത്തൊരു ഇതുണ്ട്. അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സീറ്റായിട്ട് തോന്നി. ഐ മീൻ ഡ്യുവൽ ടോണിലാണെങ്കിൽ നമുക്ക് എല്ലാ വേരിയൻസിലും ഈ സെയിം സ്റ്റിച്ചിങ് ആയിരുന്നു അതോ? ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും RXT ഓപ്ഷൻ മുതലാണ് ഈ ലെതർ ഫിനിഷിംഗ് സീറ്റിംഗ് നമുക്ക് വരുന്നത്. RXT ഓപ്ഷൻ ശരി. അതായത് ടോപ്പ് എൻഡിലും ടോപ്പിന്റെ താഴെയുള്ള വേരിയന്റിലും നമുക്ക് ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേറെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പ്രൈസ് പോയിന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, നമ്മൾ ഇത് സെയിം ട്രൈബറിന്റെ പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ അല്ലേ? ട്രൈബറിന്റെ പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. നമുക്ക് പ്രൈസിങ് സെയിം ആണ്. നമുക്ക് CMF ആ പ്ലാറ്റ്ഫോം അല്ലേ? നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഇപ്പം ഈ RXC എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണെങ്കിലും രണ്ടിന്റെയും ഓൾമോസ്റ്റ് സെയിം ഒരു മാക്സിമം ഒരു 3000 രൂപയുടെ വ്യത്യാസമേ നമുക്ക് ട്രൈബറും കൈഗറും തമ്മിൽ വരുന്നുള്ളൂ. ട്രൈബറിന് നമുക്ക് വരുമ്പോൾ ഒരു 7 സീറ്റർ എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് ആ ഒരു സെഗ്മെന്റിൽ തന്നെ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ ഒരു SUV എടുക്കാനുള്ളവർക്ക് നമുക്കൊരു പ്ലേസ് ചെയ്യാനുള്ളതാണ് നമുക്ക് കൈഗർ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷൻ പോലെ ചോദിക്കുകയാണെങ്കിൽ വൈ ഷുഡ് ബി കൺസിഡർ കൈഗർ, അതായത് ബാക്കി റൈവൽസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് കൈഗർ കൺസിഡർ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രോഡ് ഒരു ടേക്ക് എന്തായിരിക്കും? സിമിലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു SUVയുടെ ഒരു സ്റ്റാർട്ടിങ്, അതായത് ഇപ്പം നമ്മളൊക്കെ കാണുന്ന ഒരു SUVകളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡസ്റ്ററിലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം റെനോയ്ക്ക് അതിൻ്റെതായ ഒരു SUV ഹാൻഡിൽ ചെയ്തുള്ള ഒരു പീക്ക് ഉണ്ട്, അതായത് ഒരു പിടുത്തമുണ്ടെന്ന് പറയാം. അപ്പൊ ആ ഒരു ഹാൻഡ്ലിങ് നമുക്ക് കൈഗറിൽ നമ്മൾ അവരുടെ ടച്ച് പോയിന്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വിസിബിൾ ആണ്. ശരിയാണ്. അതെ. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസിങ് വലിയൊരു ഘടകമാണ്. കാരണം ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു SUV എടുക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സബ് 4 മീറ്ററിൽ ഒരു കാറ്റഗറിയിൽ SUV ആ രീതിയിൽ നമുക്ക് കൈഗർ നല്ല ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും 42 പൈസയാണ്. അതായത് 4200 രൂപ നമുക്ക് സർവീസ് കോസ്റ്റ് ഒരു 10,000 കിലോമീറ്ററിലുള്ള സർവീസിന് നമുക്ക് വരുന്നുള്ളൂ. അപ്പം പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഇത് നമുക്ക് 7 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ, ഇപ്പം നല്ലൊരു യാത്രയൊക്കെ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും 7 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ കൈകാരൻ്റെ ടെസ്റ്റ് ഡ്രൈവിന് ചേട്ടൻ്റെ സമയത്തിനും വണ്ടി വിട്ടു തന്നതിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ താങ്ക് യു. ശരി.